ട്രാവൽ ഡേ നൈറ്റിൻ്റെ പുതിയൊരു വീഡിയോ കൊസാമോയ് ഐലൻഡിൽ നിന്നും നമുക്ക് തുടങ്ങാം അല്ലേ. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് പാല് ശുദ്ധമായ ഒരു സംഭവമാണല്ലോ. അപ്പോൾ പാല് തരുന്ന പശുവോ ഗോമാതാവ്. അപ്പോൾ ഇവിടെ കുറേ പശുക്കൾ പുല്ല് നിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പശുവിൻ്റെ അടുത്ത് തന്നെ ആയിക്കോട്ടെ ഇന്ന് തുടങ്ങുന്നത് അല്ലേ. ഇവിടെ കുറേ പശുക്കൾ ഉണ്ടോ? ആഹാ, അവിടെ ഒന്ന് കിടക്കുന്നുണ്ട്. അവിടെ ഒരു പശു ഒരു കുട്ടിയും കിടക്കുന്നുണ്ട്. പിന്നെ വിശാലമായ ഒരു തോട്ടത്തിൽ ഞാനിങ്ങനെ തേരാപ്പാര നടന്ന് വീഡിയോ എടുക്കുക. അവിടെയൊക്കെ കുറേ പോത്തുകളൊക്കെ ഉണ്ട്. അവിടെ റോഡ്, എൻ്റെ മോട്ടോർ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിന്ന് കുറേ വില്ലേജുകളും വില്ലേജിലെ വിശേഷങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാനുണ്ട്. എല്ലാം കാണാം, വാ. തോട്ടങ്ങൾ കണ്ടോ? ഇതൊക്കെയാണ് ലാൻഡ് എന്ന് പറയുന്നത്. നോക്കിയാൽ തീരാത്തത്ര, കണ്ണെത്താത്ത ദൂരത്ത് പരന്ന് കിടക്കുകയാണ് ലാൻഡ്. ഇവിടെ നമുക്ക് തേങ്ങ ഉണ്ടോ? ഈ തേങ്ങേൻ്റെ വലിപ്പം ഒരു 1.5 2.25 വരും നമ്മളെ നാട്ടിലെ തേങ്ങേനെ അപേക്ഷിച്ചിട്ട്. കൂട്ടിയിട്ടിരിക്കുക കുറേ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. കുരങ്ങന്മാർ പറിച്ചുകൊണ്ടിരുന്ന തേങ്ങ ഇതൊക്കെ. ഇതുകൊണ്ടോ എന്ത് വലിപ്പാ തേങ്ങ. നിങ്ങൾക്ക് ക്യാമറയിൽ ഇതിൻ്റെ വലിപ്പം ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. നമുക്ക് ഈ തേങ്ങയൊക്കെ പറിച്ച ആളവിടെ ഇരിക്കുന്നുണ്ട്. ഇതുണ്ടോ ഇപ്പുറത്ത് പറിച്ചിട്ടിരിക്കുന്നുണ്ട്. ഇവർക്ക് ഇഷ്ടംപോലെ ഫാമുണ്ട്. തെങ്ങുള്ള ഒരു ടീമാണെന്ന് തോന്നുന്നു. സ്വന്തമായിട്ട് കുരങ്ങിനെയൊക്കെ അല്ലാത്ത ചെറിയ സ്ഥലങ്ങളിലൊക്കെ കുരങ്ങിനെ വാടകയ്ക്ക് വിളിക്കുക ചെയ്യുന്നത്. ഇതുണ്ടോ ഇവനാണ് ഈ തേങ്ങകളൊക്കെ പറിച്ചുകൊണ്ട് വരുന്നത്. അവന് നല്ല സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. നല്ല ഭക്ഷണമൊക്കെ കൊടുക്കുകയും ചെയ്യാം. ഒന്നിനെ കാണുന്നുള്ളൂ, വേറെ ഉണ്ടാവുമായിരിക്കും. അവിടെ കോഴി പിന്നെ എന്തൊക്കെയോ വളർത്തുന്നുണ്ട്. ഇതിനകത്ത് എന്താണ്? ഈ കൂട്ടിനകത്ത് എന്താണിത് സാധനം? ഒരു ചെറിയ പന്നിക്കുട്ടി. വലിയ ഫാമാണ്. ഇവർ ഉള്ളിലേക്ക് പോകണം. ഞാൻ ആ വീട്ടിൽ പോയിട്ട് പെർമിഷൻ ചോദിക്കട്ടെ. ഇവിടെ കോഴി, ഇതിനകത്ത് കോഴിയാ. ഓ വലിയ കോഴി. എൻ്റെ എന്ത് വലിപ്പാ. കോഴിയുടെ വലിപ്പം കണ്ടോ? നല്ല വലിപ്പമുണ്ട്. ഇതിനകത്തുണ്ട് 2 ഇത്രയൊക്കെ ഉള്ള ഇവർ താമസിക്കുന്നത്. ഇതുണ്ടോ? ഹലോ, ഹായ്. Can I take video? Yes, you can. Thank you. ഇതുണ്ടോ ഇതിൽ പക്ഷി, പ്രാവിൻ്റെ വേറെ. I'm from India. ഇവിടെ ഈ വീട്ടിൻ്റെ ഓണറാണ് അത്. അവിടെ ഇരിക്കുന്ന ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ വേറൊരാളുണ്ട്. ഇവരുടേതാണ് ഈ ഫാം. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറി കണ്ടു നോക്കാം. ഞാൻ പെർമിഷൻ എടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ പക്ഷികൾ, ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് ഒക്കെ ഇവിടെയുള്ള ആളുകൾക്ക് ഈ പക്ഷികളെങ്ങനെ പോറ്റുന്നത് ഒരു ക്രേസാണ്. പിന്നെ വില്ലേജാണല്ലോ നമ്മൾ കാണാൻ പോകുന്നത്. കുറേ കോഴി, ഒരു കോഴിയും തള്ളക്കോഴിയും അതിൻ്റെ കൂടെ കുറേ കുട്ടികളും. ഇവിടെ ഇതിനകത്തൊക്കെ വേറെ വേറെ കൂട്ടിനകത്ത് കോഴികളെ വളർത്തുന്നുണ്ട്. കുറേ ഉണ്ട് കോഴി. ഇതൊക്കെ എന്തൊക്കെയോ സ്പെഷ്യൽ കോഴികളാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് വേറെ ഒരു കോഴിയുണ്ട്. ഇവിടെ കുറേ കോഴിക്കുട്ടികൾ ഇങ്ങനെ വിലസുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ വേറെ ഒരു കൂടുണ്ട്. വലിയ വൃത്തിയൊന്നും ഇല്ലെങ്കിലും ഇവിടെയൊക്കെ ഇവർ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നുണ്ട്. കണ്ടോ? വലിയ പൈനാപ്പിൾ, നല്ല വലിപ്പമുണ്ട്. പൈനാപ്പിൾ റെഡിയായി വന്നിട്ടുണ്ട്. ആഹാ, ഒരുപാട് കാണാനുണ്ട് ഈ വീട്ടിൽ. ചെറിയ വീടാണെങ്കിലും ഇവർക്ക് ഒരുപാട് നല്ല കൃഷിയുണ്ട്. ഇതുണ്ടോ? ഇതിനകത്ത് നമ്മുടെ വാത്ത് ചെറിയ കുട്ടികളാണ്.
കോഴിക്കുഞ്ഞുങ്ങൾ. ഇത് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ തിരിച്ചിട്ടിരിക്കുക. ഇതിനകത്ത് കുറേ കോഴികളും പിന്നെ താറാവും എല്ലാം കൂടെ മിക്സഡ് ഫാമിങ് ചെയ്യുക. ചുറ്റും നെറ്റടിച്ചിട്ടിരിക്കുക, ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയാണ് തായ്ലൻഡിലെ വില്ലേജ് ലൈഫ് എന്ന് പറയുന്നത്. ഞാനെല്ലാം കാണിച്ചു തരും, നിങ്ങൾ വെയിറ്റ് ചെയ്യും, നമുക്ക് ഒരുപാട് കാണാനുണ്ട്. താങ്ക് യു സോ മച്ച്. ഇവരുടെ വീട് നിങ്ങൾ കണ്ട, എൻ്റെ പിറകെ കാണുന്നതാണ് അവർ താമസിക്കുന്ന വീട്. അവരുടെ അടുത്തുള്ള വണ്ടികളൊക്കെ നോക്ക്, MG, ഇസുസു. അവിടെ വേറെ വണ്ടി വേറെ രണ്ടെണ്ണം കിടക്കുന്നു. പശുക്കൾ അവിടെ മേയുന്നുണ്ട്. സിമ്പിൾ ലൈഫ്, ചെറിയ വീട്. അവർക്ക് വീടൊന്നും നമ്മുടെ നാട്ടിലെ പോലെ കടം വാങ്ങിയിട്ട് വീടുണ്ടാക്കിയിട്ട് ആൾക്കാരെ കാണിക്കണം അങ്ങനെയൊന്നുമില്ല. ഒരു പോഷ് ലൈഫും ഇല്ല. അവർ പണ്ട് എങ്ങനെയാണോ അവരുടെ പൂർവികന്മാർ കഴിഞ്ഞത് അതേപോലെ തന്നെ അവരും കഴിയുന്നു ഇപ്പോഴും. അവരുടെ അടുത്ത് കാശൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അവരെ ഭക്ഷണത്തിനും നല്ല ഡ്രസ്സും നല്ല വണ്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ വീടിന് വേണ്ടി വലിയ മാർബിളോ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഗ്രാനൈറ്റ് ഒട്ടിക്കുന്നോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇതാണ് തായ്ലൻഡിലെ വില്ലേജ് ലൈഫ്. കാണാം, നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തുടരും. ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും, കണ്ടുകൊണ്ടേയിരിക്കും. ഞാൻ കാണുന്നതെല്ലാം നിങ്ങളും കാണും, എനിക്ക് കാണിക്കാൻ പറ്റുന്നതെല്ലാം നിങ്ങളെയും കാണിച്ചു തരും. ഇവിടെ ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഉണ്ട് അവിടെ എന്തോ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇരിക്കുന്നു. ഞാനതിൻ്റെ ബാക്കിലാണുള്ളത്. മെയിൻ റോഡാണത്. ഞാനവിടെ നമ്മുടെ വാനരനെ കണ്ടപ്പോൾ ബൈക്ക് ഇവിടെ നിർത്തിയിട്ട് പോയി വീഡിയോസ് എടുത്തതാണ്. അവിടെ എന്തോ നൂഡിൽസാണ് എന്തോ ഓർഡർ ചെയ്തത്. കഴിച്ച് കഴിഞ്ഞോ? നൂഡിൽ സൂപ്പ് യാ? Yeah. കൂൾ ഡ്രിങ്ക്സ്. Apple soda. ഇത് ഗ്രാമത്തിലെ ഒരു ബുദ്ധമത വിശ്വാസികളുടെ ഒരു ടെമ്പിളാണ്. വലിയൊരു ഏരിയ. ഞാനത് വിശദമായിട്ട് ചിത്രീകരിക്കുന്നില്ല. എങ്കിലും ഈ ചെറിയൊരു ഗ്രാമത്തിൽ ഇത്രയും വലിയ ഒരു ഏരിയയിൽ വലിയൊരു ടെമ്പിളുണ്ട്. മാധവം മദനോത്സവം ലാ 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 ലാ. പീലിയേഴും വീശിവാ സ്വരരാഗമാം മയൂരമേ. ആയിരം സ്വരവർണ്ണങ്ങൾ, ആയിരം സ്വരവർണ്ണങ്ങൾ ആടുമി ഋതുസന്ധ്യയിൽ. പീലിയേഴും വീശിവാ സ്വരരാഗമാം. ഇവിടെ ഈ വില്ലേജിലുള്ള ഒരു വലിയൊരു പൈസക്കാരുണ്ട്. അതായത് വലിയ പൈസക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കുറേ പ്രോപ്പർട്ടീസൊക്കെ ഞാൻ കണ്ടതാണ്. അയാളുടെ വീടായത് കണ്ടില്ല. ചെറിയൊരു വീട് മരം കൊണ്ടുണ്ടാക്കിയ. അവിടെ മുറ്റത്ത് നല്ല അടിപൊളി 2 വണ്ടി കിടക്കുന്നുണ്ട്, ക്ലാസിക് കാറ്. പക്ഷേ അകത്തേക്ക് ആരെയും കാണുന്നില്ല, ഉള്ളിലേക്ക് ചോദിക്കാതെ പോകാൻ പറ്റില്ല. നല്ല രസമുണ്ട് വീട് കാണാൻ. വുഡൻ ഹൗസ്. കണ്ടില്ലേ, കൊസാമുയ് ഐലൻഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ എത്ര ദിവസം ഉണ്ടാവും എന്നുള്ള അറിയില്ല. കുറേ ഉണ്ട് കാണാൻ. ഒരുപാട് തേങ്ങ പറിച്ചുകൊണ്ടുവന്നത് കുരങ്ങ. ഇവ ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ്. ഈ പറമ്പിലുള്ള തേങ്ങ മുഴുവൻ പറിച്ചവിടെ ഇട്ടിട്ടുണ്ട്. അപ്പുറം ഇട്ടിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല.
പാവം കുരങ്ങൻ നല്ലോണം അധ്വാനിക്കും. ഞാനൊരു കുന്ന് കയറി വന്നതാണ്. കുന്ന് കയറി വന്നിട്ട് ഇവിടുന്ന് താഴേക്ക് അങ്ങോട്ടേക്ക് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് അവിടെ ദൂരെയായിട്ട് കടൽ കാണാം. പിന്നെ ഒരു മല ഇങ്ങനെ പോകുന്നുണ്ട്. അത് വലുതായി 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 ഇതുണ്ടോ ഇങ്ങനെയുള്ളത്. നല്ല രസമുണ്ട്. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ വാവ്, നല്ലൊരു കാട്. വലിയൊരു കയറ്റം കയറിയിട്ട് വന്നതാണ് ഞാനൊരു കുന്നിൻ്റെ മുകളിൽ വന്നിട്ട് ഇവിടുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഇത് കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. ഒരു വ്യൂ പോയിൻ്റാണ്. വ്യൂ പോയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു കാട് കയറി ഒരു കുന്നിൻ്റെ മേലേക്ക് കയറി വന്നതാണ്. അപ്പോൾ കണ്ട കാഴ്ചയായത്. നല്ല മനോഹരമായ ഒരു സ്ഥലമാണ്. നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ക്യാമറയിൽ. കടലാണത്. കടലിൽ ഒരു 2 ചെറിയ പാറ പോലെയുള്ള 2-3 ഇത് കാണാൻ പറ്റും. അവിടെ സ്കൈൻ്റെ കളറ് കണ്ടോ, ആ ബ്ലൂ സ്കൈ ചെന്നിട്ട് കടലിലിങ്ങനെ മുട്ടി നിൽക്കുന്നത്. വല്ലാത്തൊരു കാഴ്ച. ഈ ആക്സിഡൻറ്റ് ശരിക്കും എങ്ങനെയാണ് ഉണ്ടായതെന്നറിയോ? അതായത് കുറേ കയറ്റങ്ങൾ കയറി ഒരു കുന്നിൻ്റെ മുകളിലേക്ക് പോകായിരുന്നു ഒരു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി. ആ വ്യൂ പോയിൻ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്, കുറച്ച് മുമ്പ് കണ്ടത്. ആ വ്യൂ പോയിൻ്റ് കണ്ടിട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഞാൻ വീഴുന്നത്. അപ്പോൾ കയറ്റം കയറി പോകുമ്പോൾ ഒക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ കാങ്ങിനെ ഇറക്കി വിട്ടിട്ട് നടക്കാൻ പറയുമായിരുന്നു. അതേപോലെ തന്നെ തിരിച്ചിറങ്ങുമ്പോഴും കാങ്ങിനോട് ഞാൻ നടന്നിറങ്ങാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ബൈക്ക് എടുത്തിട്ട് താഴേക്ക് വരികയായിരുന്നു. അപ്പോൾ ഒരു ഓല വീണ് കിടക്കുന്നുണ്ടായിരുന്നു, ഉണങ്ങിയ തെങ്ങിൻ്റെ ഓല. അതിൻ്റെ മുകളിൽ ബൈക്കിൻ്റെ വീല് കയറിയപ്പോൾ സ്ലിപ്പായിട്ട് ഞാൻ താഴെ വീഴുമായിരുന്നു. വീണപ്പോൾ എൻ്റെ കാല് ബൈക്കിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടാണ് ഉണ്ടായിരുന്നത്. എനിക്ക് കാല് വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കാങ്ങിനെ വിളിച്ച് കാങ്ങ വന്നിട്ട് ബൈക്ക് പൊക്കിയതിന് ശേഷമാണ് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു സംഭവം ആണ് ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ആ വീണ വീഴ്ച ശരിക്കും നല്ല വീഴ്ചയായിരുന്നു. പക്ഷേ കാര്യമായിട്ടൊന്നും പറ്റിയില്ല. കാലിൻ്റെ മുകളിൽ ബൈക്ക് വീണത് അത് ഇപ്പോഴും കുറച്ച് വേദനയുണ്ട് നടക്കുമ്പോഴൊക്കെ. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറേ തൊലിയൊക്കെ ഉരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത്രേ ഉണ്ടായുള്ളൂ. അത് നല്ല വീഴ്ചയാണ് വീണത്. അതുമാത്രമല്ല, അവിടെയൊന്നും വേറെ ആരും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ രക്ഷപ്പെടുത്താനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അത്രയും ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള ഹൈറ്റ്സിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ബൈക്കൊക്കെ ആണെങ്കിൽ ഓക്കെ. സാധാരണ ഇതേപോലെയുള്ള ബൈക്കൊക്കെ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. വെരി ഡീപ്പ്. You come slowly, okay? You come, yeah, slowly, okay? വലിയൊരു കയറ്റം കയറിയിട്ട് പോയതാ. ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക ഉണ്ടോ? ഓ I'm scared. The turning is there. It's a big turning.
Come, come. Come, come. Yeah. ഇവിടെ ഒരു റോഡ് കണ്ടപ്പോൾ ഇങ്ങോട്ടേക്ക് എടുത്തു. വന്നു നോക്കുമ്പോൾ ഇവിടെ നല്ല രസമുള്ള മനോഹരമായൊരു ബീച്ച്. അപ്പോൾ വീഡിയോ എടുക്കണ്ടേ? ഏകത അവിടെ ഇരിക്കുന്നത്. ഞാനിതിലേ ഇറങ്ങി വന്നതാണ്. അവിടെ ആ സ്ത്രീ എന്താ ചെയ്യുന്നത്? കടലിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നോ? ഇതൊരു പുതിയ കാഴ്ചയാണല്ലോ. എല്ലാവരും കടലിൽ വെള്ളം എടുത്തുകൊണ്ട് പോയി. ഇത് കടലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെന്താ ഇത്? ഇതെന്തോ സംഭവമാണല്ലോ. ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ബാക്കി കാര്യം. അവരുടെ കയ്യിൽ ഒരു ചെറിയ ബക്കറ്റിനകത്ത് വെള്ളമുണ്ട്. ആ വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുകയാണ് കടലിലേക്ക്. എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് പോയി. ഇത് നോക്ക്, അവിടെ കണ്ടോ ദൂരെ കാർമേഘം, കടലും, അവിടെ ചെറിയൊരു 1-2 പാറക്കെട്ടുകളും എല്ലാം കൂടി കണ്ടിട്ട് എനിക്ക് വയ്യ. ഇയാൾ കടലിലിറങ്ങി, ഇനി ആൾ കുളിച്ചിട്ടേ കയറുള്ളൂ. ഞാൻ കരയുന്ന വീഡിയോ എടുത്തിട്ടേ പോവുള്ളൂ. ഇവനല്ലേ ആ ഫിലിമിലുണ്ടായിരുന്ന യോദ്ധയിൽ? ഇവൻ തന്നെയാണോ അത്? ഇവിടെ മോനെ, നീ യോദ്ധയിലുണ്ടായിരുന്നോ? ഈ കടലിനടുത്തുള്ള പുഴയുടെ അടുത്തൊക്കെയുള്ള തെങ്ങ് മരമല്ലോ തേങ്ങയല്ലോ ഇങ്ങനെ കടലിലേക്ക് ചാഞ്ഞ് നിൽക്കും. അതെന്താ അറിയോ? അവിടെ അതാണ്ടോ തെങ്ങ്, അത് വീഴൊന്നും ചെയ്യില്ല, പക്ഷെ ഇങ്ങനെ കിടക്കും കടലിലേക്ക്. തെങ്ങിനൊന്നും വേരില്ല. അല്ല, വേരുണ്ട്, മണ്ണില്ല. ഇതെല്ലാം കാറ്റടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമാനമാവും. ഓ, ഇവിടെ നല്ല രസമുണ്ടല്ലോ. ഓ, ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. ചെറിയ റിസോർട്ടാണ്. ഓ, സർഫിങ് ചെയ്യാനൊക്കെ ഉള്ള, സർഫിങ്ങൊക്കെ ചെയ്യാനുള്ള. ഹലോ, എന്ത് രസമല്ലേ. ആഹാ, അതുണ്ടോ ഒരു പെയിൻറ്റിങ് പോലെ ഇല്ലേ ഇപ്പോൾ ഈ ഒരു ഫ്രെയിം? എങ്ങനെ തോന്നുന്നുണ്ട്? ഇവിടെ ചെറിയ കുറേ ഹട്ടുകൾ. ഒരു ഗോവയിൽ പോയ പ്രതീതിയുണ്ട്. സർഫിംഗ് ബോർഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്, കായക്കുണ്ട്. ഇവിടെ ഇതാ ഒരു റൊമാൻറ്റിക് കപ്പിള് അവിടെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി വന്നപ്പോൾ നല്ല അടിപൊളി സർഫിംഗ് ബോർഡുണ്ട്. പക്ഷെ സർഫിംഗ് ബോർഡിന് അത്ര വലിയ തിരയൊന്നും കാണുന്നില്ല. ഉണ്ടാവായിരിക്കും അല്ലേ? ഇപ്പോൾ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നല്ല രസമുള്ള ഒരു ബാർ കൗണ്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ചെറിയ ചെറിയ കുറേ ഹട്ടുകളുണ്ട്. സൂപ്പർ. ഇവിടെ ഒരു ഹമ്മോക്ക് ഉണ്ട്. ഹമ്മോക്ക് കണ്ടാൽ ഞാൻ അപ്പോൾ വീഡിയോ എടുക്കും. ഇവിടെയൊക്കെ ഇരിക്കാൻ നല്ല രസമുണ്ടാവും അല്ലേ? നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫ്രെയിം നോക്ക്. ഇവിടെയുണ്ട് ചെറിയ ചെറിയ കുറേ കോട്ടേജുകൾ. ഡെൽമ സൊമോയ് വെക്കേഷൻ റെൻ്റൽ. ഇത് നമുക്ക് വാടകയ്ക്ക് വാങ്ങി താമസിക്കാൻ പറ്റുന്ന കുറേ കോട്ടേജുകളാണ്. തെങ്ങുകളൊക്കെ കടലിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട്. രസമുണ്ട്, സൂപ്പർ. അവിടെയൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ ഉണ്ട്. അവിടെ കുറേ പാറക്കെട്ടുകളും. ഇവിടെ ഒരു അടിപൊളി റിസോർട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ്
ഈ റിസോർട്ട് ഇവരിവിടെ പണിതെന്നുള്ളതൊന്ന് കാണാം. നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഭംഗി തോന്നി. അപ്പം നിങ്ങൾക്കും കാണിച്ചു തരണമെന്ന് തോന്നി. കാണാം, വാ. ഇതിലേ നടന്നു പോകണം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് വന്നിട്ടിങ്ങനെ രാവിലെ ഉച്ചക്കോ വൈകുന്നേരമോ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഇരുന്നിട്ട് ഇവിടെയുള്ള അതോ അവിടെ ദൂരെ അതിനകത്ത് ഒരു സാധനം ഇരിക്കുന്നുണ്ട്. ആ ജാപ്പാൻകാരി കാങ്. ഇവിടെ ലോട്ടസ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ വലിയൊരു കുളം. ഈ കുളത്തിൽ മീനുകളുണ്ട്, പല മീനുകളുണ്ട്, മിക്സ് ആയിട്ടുള്ള നിറയെ ആമ്പൽ പൂക്കൾ. അവിടെയൊക്കെ ഇങ്ങനെ കുറേ, ഇതിനെന്താ പറയുക, ഇങ്ങനെ ഇവിടെ വന്നിരിക്കാനും ഭക്ഷണം കഴിക്കാനോ, റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ ടേബിളിലേക്ക് ഫുഡ് വരും. ഇവിടെ ഇരുന്നിട്ട് വേണം കഴിക്കാൻ. ഇവിടെ ബീൻ ബാഗൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഇരിക്കാൻ. ഇനി നമുക്കിതിലെ ഇങ്ങനെ ഒരു മരമാണ് ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. വുഡാണ്, വുഡ് കൊണ്ടൊരു വാക്ക് വേ ഉണ്ടാക്കിയിരിക്കുക. എന്നിട്ട് ഈ കുളത്തിലേക്ക് അഭിമുഖമായിട്ട് നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കണം. അതുതന്നെയാണ് സംഭവം. ഫ്രൊല്ലുണ്ട് ഇവിടെ. ഇതെന്താ ബാർബിക്യൂ പ്ലേസോ? അല്ല, നോക്കാം. ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓ, ഇതിലിങ്ങനെ താഴേക്ക് നോക്കാം. ഇതുണ്ട്, പൊളി. ഇവിടെ ചുറ്റും ഇരിക്കാം. ഇവിടെ ഇങ്ങനെ ചുറ്റും വന്നിരുന്നിട്ട് കാറ്റ് കൊള്ളാനും. അവിടെ നേരെ അപ്പുറത്ത് അവിടെ വേറൊരു സംഭവമുണ്ട്, അവിടെ നമുക്ക് പോവാം. ഇതിലേക്ക് ഇറങ്ങി വരാൻ അവിടെ ഏണിപ്പടവുകളൊക്കെ ഉണ്ട്. എല്ലാം വുഡ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഇവിടെ ഈ ഒരു ഏരിയയിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്താൽ അവരിവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അക്കരയിൽ നിന്ന് കണ്ടില്ലേ കാങ് ഇതവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇത് റെസ്റ്റോറൻ്റ് ആണ്. പുറത്തിരിക്കാം, ഉള്ളിലിരിക്കുകയാണെങ്കിൽ നല്ല AC-ൻ്റെ ഉള്ളിലിരിക്കാം. ഹലോ, വാൻ ബോറൻ വില്ലേജ്, അതാണ് ഇതിൻ്റെ പേര്. സംഭവം നല്ല കിടിലനാ. ഇവിടെ വേറൊരു സംഭവം കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചതാ. അതായത് ഇതിൽ ഇവിടെ ഇങ്ങനെ കണ്ടോ, അവർ ഇറങ്ങിയിരിക്കുന്നത് നെറ്റാണത്. ആ നെറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഇരിക്കാൻ പറ്റും. അതിൽ അവരിയ്ക്കുന്നുണ്ട്. ആരും ഇരിക്കാത്തൊരു സംഭവം ഇതാണ്ട. ഇതിലേക്ക് നമുക്ക് നല്ല സേഫാണ് സംഭവം. ഇതിൽ നമുക്ക് ഇങ്ങനെ അവിടെ കിടക്കാം. അതിൽ ഇനി അങ്ങനെ നമുക്ക് ഈ റിസോർട്ടൊന്ന് കാണണം. ഇതിലെങ്ങനെ നമ്മൾ നടക്കുമ്പോൾ അവിടെ കാണുന്നില്ല, അതാ ദൂരെയായിട്ട്, അതാണ് റിസോർട്ട്. താമസിക്കാനുള്ള സ്ഥലം. നല്ല ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫൗണ്ടൻ. നല്ല പച്ചപ്പ്, ഗ്രീനറി, തെങ്ങുകൾ. അവിടെ അതാണ് നമുക്കുള്ള സ്റ്റേ. ഞാൻ സ്റ്റേ ചെയ്യുന്നില്ല ഇവിടെ, ആർക്ക് വേണമെങ്കിലും വന്നാൽ സ്റ്റേ ചെയ്യാം. വലിയൊരു റെൻ്റൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ട് തന്നെ. 185 വർഷം പഴക്കമുള്ള ഒരു വീട്, മൊത്തമായിട്ട് മരം കൊണ്ടുണ്ടാക്കിയത്. നമുക്കൊന്ന് കണ്ടാലോ? അടിപൊളിയായിരിക്കും. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇതേപോലെ ഒരു സംഭവമുണ്ട്. ഈ
ഇരിക്കാനൊക്കെ 185 വർഷം പഴക്കം. വലിയ ഒരു ലാൻഡിൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്താണ് ഉള്ളത്. ഞാൻ കുറച്ച് വിശദമായിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിലെ വ്യൂ ആണിത്. മുമ്പിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ ആ ഭാഗത്തൊക്കെ വലിയൊരു ലാൻഡാണ്. കൂടുതലായിട്ടും തെങ്ങും മാവും ഒക്കെയുള്ള ഒരു ലാൻഡ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ഇതുള്ളത്. പൊളിച്ചു. ഇത് 185 വർഷം എന്ന് പറയുമ്പോൾ എത്ര വർഷം ഉണ്ടാവും? 185 ഇയേഴ്സ് അല്ലേ? 185 വർഷം എന്ന് പറയുമ്പോൾ എന്താ ഇത് സംഭവം. ഇവരെ ഇത് നോക്കി നടത്താൻ ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർ എനിക്ക് ഉള്ളിലേക്ക് കയറി ഇവിടം വരെ കയറിയിട്ട് വീഡിയോ എടുക്കാം. വീട്ടിൻ്റെ ഉള്ളിൽ എന്തായാലും കയറാൻ പറ്റില്ല. പക്ഷേ ഫ്ലോറൊക്കെ മരമാണ്. 185 വർഷം മുമ്പ് ഇവിടെ ആൾക്കാർ താമസിച്ച അവരുടെ കാൽപാദങ്ങളൊക്കെ ഈ ഫ്ലോറിലുണ്ടാവുമല്ലേ. ഇങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മിതി. അവിടെ എന്തൊക്കെയോ ഒരു പ്രാർത്ഥന എന്തോ എഴുതി വെച്ചിട്ടുണ്ട് തായ് ലാംഗ്വേജിൽ. ഇതാണ് മെയിൻ ഡോറ്. പക്ഷെ ഉള്ളിൽ പോകാൻ പറ്റില്ല. ഇവിടെ അന്നത്തെ എൻ്റെ അമ്മോ, ഒരു ടേബിളും 2 ചെയറൊക്കെ അവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ റൂഫ് ചെയ്യാൻ എന്ത് മെറ്റീരിയലാണ് ഇവർ ഉപയോഗിച്ചതെന്ന് അറിയില്ല. പക്ഷെ നല്ല തണുപ്പുണ്ട് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ. ഈ തൂണിലൊക്കെ കൊത്തുപണികളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാം. ഇവിടെയുണ്ട് ഒരു കസേരയും 2 കസേരയും ഒരു ടേബിളും. ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ കൊത്തു. ഉള്ളിലൊന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു, പക്ഷെ പറ്റില്ല. ഇവിടെ മരത്തിൻ്റെ കൊത്തുപണികൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഏതോ ഒരു ചെറിയ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. രാജാവ് ഗവർമെൻറ്റാണോ ഇവിടെ ഉണ്ടായിരുന്നത് മുമ്പ്? ഈ ടേബിളിൻ്റെ മുകളിൽ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു കോക്കനട്ട് ട്രീൻ്റെ ഒരു രൂപം. ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടാനുള്ള ഒരു സംവിധാനം. ഇത് പുതിയതാണ്, ഇത് പഴയതൊന്നുമല്ല. ഇവിടെ ഈ ചിരട്ടയിൽ ഇങ്ങനെ കയറ് കുറച്ചിട്ട് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ട്. എന്തിനായിരിക്കും അത് ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഇതും പുതിയതാണെന്ന് തോന്നുന്നു, പഴയതല്ല. ഇതൊരു പുതിയ നിർമ്മിച്ച ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. വാട്ട് ഈസ് ദിസ് ഫ്രൂട്ട്? ഇവിടെ ഒരു ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല. പക്ഷെ നല്ല രുചിയുള്ള ഫ്രൂട്ടാണത്ര, നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണത്ര. ഇതിൽ നിറയെ ഉണ്ടായിട്ടുണ്ട് ഫ്രൂട്ട്, നിറയെ ഉണ്ട്. അപ്പോൾ ഇനി ആ വീടിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് വന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇവിടെ ഇത് വേറൊരു ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ്. എന്തായാലും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ നിലനിൽക്കുന്നത്. ആ ഫ്രൂട്ടാണിത്. പഴുത്ത് താഴെ വീണ് കിടക്കായിരുന്നു. ഇത് വേണമെങ്കിൽ ഞാനൊന്ന് പൊളിച്ചിട്ട്, ക്യാൻ യു ഓപ്പൺ ഇറ്റ്? ഞാൻ കാങ്ങിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പൊളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ചെയ്തിട്ട് നോക്കാം അതിൻ്റെ ഉൾവശം എങ്ങനെയാണ്.
but it's not good inside. But ഇത് മാംഗോസ്റ്റിന്റെ ഒക്കെ ഉള്ളിൽ ഉള്ളത് പോലെ തന്നെയാണ്, പക്ഷെ ഇത് വെള്ള കളറായിരിക്കും ഉള്ളില്. It's like this. ഇത് ഈ ഫ്രൂട്ട് പൊളിച്ചപ്പോൾ ഇങ്ങനെയാ ഉള്ളത്, വെള്ള കളർ. പക്ഷെ ഇത് താഴെ വീണ് കിടന്ന് പഴയതായതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. ഇവിടെ 185 വർഷം മുമ്പ് താമസിച്ച ആൾക്കാർ എങ്ങനെയായിരിക്കും നല്ല സന്തോഷത്തിൽ താമസിച്ചിട്ടുണ്ടാവല്ലേ, രാജാക്കന്മാരെ പോലെ. അന്ന് ഇത്രയും വലിയ വീടൊക്കെ ഉണ്ടെങ്കിൽ. ഈ ലാൻഡ് കാണുമ്പോൾ തന്നെ അറിയാം, അപ്പോൾ ഇങ്ങോട്ടൊക്കെ ഒരുപാട് വലിയ ലാൻഡാണ്. അതിലൊരൊറ്റ വീടായത്. അപ്പുറത്ത് അവിടെ ഒരു ടോയ്ലറ്റ്, അത് പുതുതായിട്ട് ഉണ്ടാക്കിയതാണ്. കിണറൊക്കെ ഉണ്ട് മുറ്റത്ത്. ഇവിടെ വന്നപ്പോൾ ഇവരെ എനിക്ക് ഇങ്ങനെ കാണിച്ചു തരാണ് പലതും. ഇതിനുള്ളിലുള്ള ചെറിയ, അതായത് ഇതുണ്ടോ, ഇതിൻ്റെ ഹൈറ്റ് എൻ്റെ കൈ ഉണ്ടോ? നമുക്കിങ്ങനെ പറിച്ചെടുത്തിട്ട് ഇവിടുന്ന് അതിൻ്റെ പൈസ കൊടുത്താൽ മതി, കുടിക്കാം. അപ്പുറത്തുണ്ട് കോക്കനട്ട്. ഞാൻ ഈ വീട്ടിൻ്റെ മുറ്റത്തൂടെ കുറേ നടന്നു. നല്ല രസം, ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സ്, എന്തോ ഒരു ആകർഷണം തോന്നുന്നു. പഴയ ഒരു നമ്മുടെ ഒരു തറവാട് വീടിൻ്റെ ഒക്കെ മുറ്റത്ത് പോയിട്ട് നിൽക്കുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷമില്ലേ, അതേപോലെ ഒരു സന്തോഷം. നല്ല ഈ പഴയ വീടുകളൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷം തന്നെ അല്ലേ. ഇതേണ്ട, എനിക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായി, ഇങ്ങനെയുള്ള വീടുകളും. ആഹാ, പൊളി.